നമസ്കാരം. ഉള്ളത് പറയാം. ശബരിമലയിൽ നടന്നത് അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കൾ നടത്തുന്ന ഇടപാടുകൾക്ക് സമാനമായ വെട്ടിപ്പും തട്ടിപ്പും. ഹൈക്കോടതി ഈ സംശയം പ്രകടിപ്പിച്ചതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്ത് നൽകിയ രേഖകൾ പരിശോധിച്ചാണ് കോടതി ഈ കണ്ടെത്തലുകൾ നടത്തിയത്. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളിൽ മാത്രമല്ല, ശ്രീകോവിലിന്റെ പ്രധാന വാതിലും എവിടെ പോയി? വാതിലിൽ നിന്ന് കാണാതായത് 2.5 കിലോ സ്വർണം. ഉദ്യോഗസ്ഥർ മാത്രമല്ല ഉത്തരവാദികൾ. എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറിവോടെ. 2019 ജനുവരി മുതൽ 2025 സെപ്റ്റംബർ വരെ നടന്നത് അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരെ പോലും നാണിപ്പിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ 10 വർഷക്കാലം ദേവസ്വത്തെ കട്ടുമുടിച്ചവരാണിവർ. ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്ന എന്താണ്? ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി. അത് ഒരു മുരാരി ബാബുവോ അല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമല്ലല്ലോ ഇതിൻ്റെ പിന്നിലുള്ളത്. ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണ കൊള്ള, അതിൻ്റെ പിന്നിൽ വൻ ശക്തികളുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, ദേവസ്വം മന്ത്രിമാരുണ്ട്. അവരെ ആരെയും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. അവിടുത്തെ ജീവനക്കാർ 2-3 പേരെ റിമാൻഡ് ചെയ്തതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളയിൽ 4 പേർ അകത്തായി. തീരില്ല. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കള്ളക്കടത്ത് മുഖ്യ വിഷയമായുള്ള സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ്. പോറ്റി സന്നിധാനവുമായുള്ള തട്ടിപ്പ് ബന്ധം തുടങ്ങിയത് ശ്രീകോവിലിന്റെ മുഖ്യ വാതിൽ മാറ്റുന്ന ജോലി ഏറ്റെടുത്തത് മുതൽ. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി ചെയ്ത് തരാമെന്ന് 2019 ജൂൺ മാസത്തിൽ പോറ്റി ദേവസ്വം ബോർഡിനെ അറിയിച്ച കത്തിലാണ് അതിനും 3 മാസം മുൻപ് ശ്രീകോവിലിന്റെ വാതിൽ മാറ്റിയതിനെക്കുറിച്ചും സ്വർണം പൂശിയതിനെക്കുറിച്ചും പ്രതിപാദിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം ഇത് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ശരിയായ രൂപത്തിൽ അന്വേഷണം നടക്കുന്ന ഏറ്റവും സന്തോഷകരമല്ല. അത് നമ്മൾ ആഗ്രഹിച്ചത്. തുടർച്ചയായ മീറ്റിംഗിലായിരുന്നു. കോടതി എന്താ പറഞ്ഞൊന്നും കേട്ടില്ല. അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കണ്ടില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം, നന്നായി അത് അന്വേഷിക്കണം, എല്ലാ കാര്യവും വെളിയിൽ വരണം. അതുകൊണ്ടാണല്ലോ SIT ചുമതലപ്പെടുത്താൻ നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു. കോടതി അതിനെ അംഗീകരിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടം നടക്കുന്നു. മുഴുവൻ റിപ്പോർട്ട് പുറത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പ്രതികരിക്കും. ഞാൻ നേരത്തെ തൊട്ട് അന്നും ഇന്നും ഒരുപോലെ പറയുന്നു. ആരായിരുന്നില്ല XOR എന്നാണ് ഞാൻ പറഞ്ഞത്. ആരായിരുന്നാലും SITയുടെ അന്വേഷണം ഭംഗിയായി നടക്കുന്നു. കോടതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷിച്ച് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായ കാര്യമെല്ലാം അറിയാമല്ലോ. അതിനുവേണ്ടി അന്വേഷണം നിശ്ചയമായിട്ടും അതെന്താന്ന് കാണട്ടെ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, ശ്രീകോവിലിന്റെ വാതിലടക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള സംശയം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിലുമുള്ള സ്വർണത്തിന്റെ തൂക്കത്തിലുള്ള കുറവിനെ സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. ഇതിന്റെ എല്ലാം പുറകിൽ രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ റാക്കറ്റ് ഇതിന്റെ പുറകിലുണ്ട് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഏതാനും ജീവനക്കാരോ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമുള്ള വലിയ ഒരു ശൃംഖല ഇതിന് പുറകിലുണ്ട്. അത് ശബരിമലയിലെ സ്വർണമാകെ മറിച്ചു വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. കൃത്യമായിട്ട് 1 മാസം മുൻപാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ശബരിമലയിലെ വൻപിച്ച കൊള്ള കോടതി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ഈ 1 മാസക്കാലത്തെ അന്വേഷണം എന്താണ്? ഒച്ചഴയുന്നത് പോലെയാണ് അന്വേഷണം നീങ്ങുന്നത്. പ്രതികളെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം, അവരുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. ഈ സ്വർണം തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. എല്ലാ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കയ്യാമം വെക്കാൻ സാധിച്ചില്ല. അവരെ സംരക്ഷിക്കുകയാണ്. തെളിവ് നശിപ്പിക്കാൻ തൊണ്ടി മുതൽ, ഒരു മോഷണ കേസാണല്ലോ, അതിലെ തൊണ്ടി മുതലിനേറെ പ്രാധാന്യമുണ്ട്. സ്വർണ്ണപ്പാളികൾ
ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ, വാതിൽപ്പാളികൾ, കതക് ഉൾപ്പെടെ കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എല്ലാ സ്വർണത്തിൻ്റെതായ വസ്തുവകളും അവിടുത്തെ വിശ്വാസത്തെയും ആരാധന സംവിധാനങ്ങളെയും എല്ലാം തകർത്തുകൊണ്ടാണ് അതെല്ലാം വ്യാജമായിട്ട് ചെമ്പിൽ നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വിശ്വാസ സമൂഹത്തെ ലക്ഷക്കണക്കിന് ശബരിമല ആരാധകരെ വഞ്ചിക്കുകയായിരുന്നു ഈ സർക്കാരും സംവിധാനങ്ങളും എന്ന് വളരെ വ്യക്തമാണ്. വിജയ് മല്യ 2.5 കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ശ്രീകോവിലിന്റെ വാതിലുകൾ മാറ്റി പകരം പുതിയ വാതിലുകൾ പണിതു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി. പൂജ നടക്കുന്ന സമയത്ത് തന്നെ കീഴ്ശാന്തിയെ കൊണ്ട് വാതിലുകൾ അഴിച്ചെടുത്ത് അളവെടുത്ത് തിരികെ വെച്ചു. ബംഗളൂരുവിൽ വെച്ച് പുതിയ വാതിൽ പണിത് ഹൈദരാബാദിൽ ചെമ്പ് പൊതിഞ്ഞ് ചെന്നൈയിൽ നിന്ന് സ്വർണം പൂശി സന്നിധാനത്ത് എത്തിച്ച് പഴയ വാതിലുകൾക്ക് പകരം സ്ഥാപിച്ചു. അപ്പോൾ പഴയ വാതിലിൽ ഉണ്ടായിരുന്ന 2.5 കിലോ സ്വർണം എന്ത് ചെയ്തു? പുതിയ വാതിലിൽ പൂശിയത് കേവലം 324 ഗ്രാം സ്വർണം മാത്രം. അതിനിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വാതിലുകൾ വിജിലൻസ് അന്വേഷണത്തിനിടെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ മാസം. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ വാതിൽ തന്നെയാണോ ഇതെന്ന് കൃത്യതയില്ല. അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇത് തീവെട്ടിക്കൊള്ളയല്ലാതെ പിന്നെന്താണ്? ശബരിമലയിൽ നടന്ന ഈ കൊള്ള മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന് ഇടനിലക്കാരനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ. ആ കുറ്റകൃത്യം ചെയ്ത ആരാ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും. അതിന് കൊടപിടിച്ചു കൊടുത്ത ആരാ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ. അപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിന്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങൾ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് എത്രയോ വർഷങ്ങളായി. പക്ഷെ ഞങ്ങൾക്ക് ഈ ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർമാർക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല. അതിപ്പോഴൊന്നും അല്ലല്ലോ, അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടുമല്ലല്ലോ. 8 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പി ആർ ഒ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പിരിവുകളും പല ചൂഷണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ പി ആർ ഒയെ തന്നെ സ്പോൺസർ കോർഡിനേറ്ററാക്കി മാറ്റിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എൻ വാസുവിനെ 3ാം പ്രതിയാക്കിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം സെക്രട്ടറിയുടെ മൊഴിയിൽ ഇതിനെല്ലാം പുറകിൽ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റായിട്ടുള്ള എൻ വാസുവാണുള്ളത് എന്ന് ദേവസ്വം സെക്രട്ടറി മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് SIT പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തത്? എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അന്വേഷണം AKG സെന്ററിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് തൽക്കാലത്തേക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 2 മണിക്കൂർ ചോദ്യം ചെയ്ത് വാസുവിനെ വിട്ടയച്ചത്. SITയെ കോടതിയാണ് നിയമിച്ചതെങ്കിൽ പോലും അത് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മുഖ്യമന്ത്രിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അവരെ നിയന്ത്രിക്കുന്നത്. അവർ ഭയപ്പെടുകയാണ്. നീതിപൂർവ്വം സത്യസന്ധമായി പ്രവർത്തിച്ചാൽ, മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കയ്യാമം വെച്ചാൽ, അവരിൽ നിന്ന് തെളിവ് ശേഖരിച്ച് കളവ് മുതലുകൾ കണ്ടെത്തിയാൽ അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ സർവീസിനെ ബാധിക്കും എന്ന നിലയിൽ ഭീഷണിക്കും നിയന്ത്രണത്തിനും വിധേയമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, ദേവസ്വം കമ്മീഷണർ N. വാസു പ്രതിയായി കഴിഞ്ഞു. വാതിലിൽ നിന്നാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിലേക്ക് പോറ്റിയുടെ കണ്ണെത്തിയത്. അതേ വർഷം ജൂലൈയിൽ സ്വർണ്ണപ്പാളികൾ പോറ്റിയുടെ കയ്യിലെത്തി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുടെയും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. സ്ട്രോങ് റൂമിലുള്ള സ്വർണ്ണപ്പാളികൾ സ്വർണം വേർതിരിച്ചെടുക്കാൻ നൽകണമെന്ന് പോറ്റി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത് അത്രമാത്രം സ്വാധീനം ബോർഡ് ഭരണസമിതിയിലും ഉദ്യോഗസ്ഥരിലും പോറ്റിക്കുണ്ട് എന്നതിനുള്ള തെളിവ് മാത്രമല്ല, അമൂല്യ വസ്തുക്കളെക്കുറിച്ചുള്ള അതീവ രഹസ്യങ്ങൾ പോലും പോറ്റിക്ക് അറിയാമായിരുന്നു എന്നതുകൂടിയാണ്. എല്ലാം നടന്നത് 2019-ലാണെന്നും ഞാനും എൻ്റെ ബോർഡും പരിശുദ്ധരാണെന്നും മേനി നടിച്ചിരുന്ന PS പ്രശാന്തിനും ഇനി മിണ്ടാട്ടമില്ല. എന്താണോ 2019-ൽ നടന്നത് അതിൻ്റെ തുടർച്ചയാണ് നിലവിലെ ബോർഡ് കാലത്തും നടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് എന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു കിട്ടില്ല. കാരണം കിട്ടില്ല എന്ന് പറയുന്നത്
ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉത്തരവ് അത് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കണക്ട് ചെയ്യണ്ട, അത് നടക്കൂല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4 ഉത്തരവുകൾ, ഈ ബോർഡ് ആദ്യം ഇറക്കിയ ഉത്തരവ്, ആദ്യത്തെ ഉത്തരവ് എന്താ, നിങ്ങളെല്ലാം കയ്യിലുണ്ട്, അയ്യപ്പ ഭക്തന്മാരുടെ സ്പോൺസർഷിപ്പിൽ നിന്നാണ്. പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ശുപാർശ വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മട്ടിലേക്ക് വരുന്നത്. അവിടെ മുതൽ ഏറ്റവും ഒടുവിൽ റജിലാലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. 4 ഉത്തരവിലും ഒരു സംശയമില്ല, ഒരേ പാറ്റേണിലും ഒരേ രീതിയിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബോർഡിന്റെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങള് തുടങ്ങിയവർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ വലിയ മീനുകളെ സംരക്ഷിക്കാനും പരൽമീനുകളെ പിടിക്കാനുമുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളിത് ആദ്യം മുതൽ പറഞ്ഞതാണ്. 3 ദേവസ്വം ബോർഡുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്, ആ 3 മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ വസ്തുക്കൾ അടിച്ചു മാറ്റിയത് അന്തർദേശീയ സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം. ഇതിനകത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം, ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറുപടി പറയണം. കോടതി വിലക്കുണ്ടായിട്ട് പോലും ഇവിടുന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പോറ്റിയുടെ കയ്യിലെത്തിക്കാൻ അനാവശ്യ ധൃതി, സ്വർണം പൂശിയ ഭാഗം ഇളകുന്നു, കറുത്തുപോകുന്നു തുടങ്ങിയ ന്യായങ്ങൾ പറഞ്ഞ് മണ്ഡല മകരവിളക്ക് കാലത്ത് തന്നെ നന്നാക്കാൻ 2024 സെപ്റ്റംബറിൽ ബോർഡ് ഉത്തരവ് ഇറക്കി. ഇതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യപ്രകാരം. ദേവസ്വം മാനുവൽ പ്രകാരം ഇവ സന്നിധാനത്തിന് വെളിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. അതും മറികടന്നായിരുന്നു ചെന്നൈക്ക് കൊടുത്തുവിടാനുള്ള ഉത്തരവ്. അടിയന്തരമായി അറ്റകുറ്റപ്പണി വേണമെന്ന് ഉത്തരവിട്ടിട്ടും 2024 സീസണിന് മുൻപ് അത് ചെയ്തതുമില്ല. അതിനു പകരം ഈ വർഷം സെപ്റ്റംബറിൽ സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്തിച്ചു കൊടുത്തു. ഇത് കോടതി അറിഞ്ഞതാണ് വൻ കൊള്ള പുറത്തു വരാൻ കാരണം. അല്ലെങ്കിൽ ഒന്നും ആരും അറിയില്ലായിരുന്നു. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു കൊള്ളസംഘമായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. എല്ലാ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും കൊച്ചി ദേവസ്വം ബോർഡായാലും മലബാർ ദേവസ്വം ബോർഡായാലും, ഈ ദേവസ്വം ബോർഡുകൾക്ക് കീഴടക്കുന്ന വലിയ അഴിമതികൾ, ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചുകൊണ്ടു പോവുകയാണ്. അതിപ്പോ എത്രയോ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ ഇങ്ങനെ ഈ കൊള്ളയടിക്കാനുള്ള കേന്ദ്രങ്ങളായി മാറുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം. ക്ഷേത്രത്തിന്റെ ഭരണം ഭക്തന്മാരെയാണ് ഏൽപ്പിക്കേണ്ടത്. പുതിയ നിയമനിർമ്മാണം ആവശ്യമാണ് ആ കാര്യത്തിൽ. PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവിയിൽ സമയം നീട്ടി നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. കപ്പലിൽ തന്നെ എല്ലാവരും ഉണ്ടെന്ന് കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞു. ജനങ്ങൾക്കും ഗൂഢാലോചന തെളിയുമോ എന്ന് മാത്രമേ ഇനി അറിയാനൂ. ഞാനൊന്ന് വിളിച്ചാൽ നേരിയ ഒരു ജീവനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ ഉണരുമെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ അതിനകത്ത് കയറ്റിയില്ല. അവസാനം വരെ കരഞ്ഞിട്ട് പോലും അവസാനം പൊതിഞ്ഞ് താഴെ മോർച്ചറി വഴി ഇറക്കുന്ന സമയത്ത് ഞാനും എൻ്റെ മക്കളും ആ മനുഷ്യനെ കാണുന്നത്. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റം വീണ്ടും തകരാറിലായി. ആരോഗ്യമന്ത്രി സമ്മതിക്കില്ല എങ്കിൽ പോലും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടുന്നില്ലെന്ന് സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച വേണു എന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചത് സിസ്റ്റം തകരാറിന് അടുത്ത ഉദാഹരണം. ഒറ്റപ്പെട്ട സംഭവം, പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണങ്ങൾ വന്നു തുടങ്ങി. അൻവർ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില്. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന
എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഈ 6 ദിവസം തികയാം. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആത്മസാധനം വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി, എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ്, എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. ഞെട്ടിക്കുന്നതാണ് വേണുവിൻ്റെ ഈ വാക്കുകൾ. ഏറ്റവും വേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും 6 ദിവസം ചികിത്സയ്ക്കായി കാത്തിരുന്നു. ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഹൃദ്രോഗ ചികിത്സയ്ക്കായി കൊണ്ടുവന്ന വേണുവിന് അടിയന്തര ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ഡോക്ടർ നിർദ്ദേശം നൽകിയിട്ടും 5 ദിവസം ചികിത്സ നിഷേധിച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി. ചെന്ന് ICUവിലോട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു. അങ്ങനെ കൊണ്ട് കയറി ഞാൻ കൊണ്ട് കിടത്തി മാസ്ക് അങ്ങോട്ട് ഓക്സിജൻ മാസ്ക് വെച്ചപ്പോൾ വേണം പിടിച്ചങ്ങ് മാറ്റി. ഞാൻ പറഞ്ഞു വേണം വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കത്തില്ല. അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴത്തേക്ക് ഈ ശ്വാസം ഇതങ്ങ് മാറുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ഒരു 10 മിനിറ്റ് അല്ല ഉടനെ എന്നെ വിളിച്ച് വേണുണ്ട് ബൈസ്റ്റാൻഡർ ആരാന്നും പറഞ്ഞ് വിളിക്കുന്നു. ഞാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പം ചോദിച്ചു ഇച്ചിരി ഗുരുതര നിലയിലാണ്. ഞാൻ അതെന്ത് പറ്റി, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അത് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്ന് പറഞ്ഞു. കൂടെ നിൽക്കാൻ ആരെങ്കിലും ആണുങ്ങളെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ വേണുടെ കൂടെ പഠിക്കുന്നവരെ വിളിച്ച് സഹോദരങ്ങളെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു എന്നെ ഒന്ന് കയറ്റി കാണിക്കുന്നത് പറഞ്ഞാൽ അവർ കാണിക്കത്തില്ല. ഞാൻ ചോദിച്ചു ജീവനുണ്ടോ അന്നേരം പറഞ്ഞു ഉണ്ട്, കുഴപ്പമില്ല, ഇച്ചിരി സീരിയസ് ആണെന്നേ ഉള്ളൂ. മരണ റിപ്പോർട്ട് നമുക്ക് തന്നെ 8:15. ഞാൻ അതിന് മുന്നേ ആ വെന്റിലേറ്ററിൽ കയറ്റിയപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണിക്കും, ഞാനൊന്ന് കണ്ടോട്ടെ, ഞാനൊന്ന് വിളിച്ച നേരിയ ഒരു ജീവനുണ്ടെങ്കിൽ ഞാൻ വിളിച്ചാൽ ഉണരുമെന്ന് പറഞ്ഞിട്ട് ആരും എന്നെ അതിനകത്ത് കയറ്റിയില്ല. ഇവർ അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം കൊണ്ടുപോയ എമർജൻസി പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് ചെന്നതാണ്. അവർ ഇതുവരെ 5 ദിവസം വരെ അവിടെ ഇട്ടിരുന്നിട്ട് നോക്കാത്തത് കൊണ്ടാണ് അയാൾ ഇത്രയും ആ വോയിസ് മെസ്സേജ് ഇടേണ്ട കാര്യം വന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയാണ്. അത് അന്വേഷിക്കണം. അത് മന്ത്രിതലത്തിലായാലും ആരോഗ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും അത് അന്വേഷിച്ച് കണ്ടെത്തണം. പുറത്തോട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞ അടുത്ത വീട്ടിലുള്ള ആളാണെന്ന് പറഞ്ഞു. അടുത്ത വീട്ടിലുള്ള ആളാന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ മരിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ സംഭവിച്ചാന്ന് ചോദിച്ചു. എന്തോ സംഭവിച്ചാന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞത് 7 മണിയാകുമ്പോഴത്തേക്ക് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്ന് ഞങ്ങൾ വെന്റിലേറ്ററിൽ കയറ്റി. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെന്ന് അവർ പറഞ്ഞത്. അപ്പം ഞാൻ ചേർന്ന് എന്താ കംപ്ലൈൻറ്റ് എന്തുവാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് ശ്വാസം മുട്ടലാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ആശുപത്രി ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ വിവാദ കേന്ദ്രമാക്കിയിട്ട് അധിക ദിവസമായിട്ടില്ല. ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലും അതിന് ഡോക്ടർ കൊടുക്കേണ്ടി വന്ന വിലയും ഡോക്ടറെ കള്ളനാക്കാൻ നടത്തിയ ശ്രമവുമൊക്കെ ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റം തകരാറിന്റെ നേർചിത്രമായിരുന്നു. അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ട പരിചരണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം നിലത്ത് കിടന്നു എന്നൊക്കെ പറയുന്നത് വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ്. അതിനകത്ത് നമുക്കെന്തായാലും അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കേണ്ടി വരും. 1986 മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് ശരിയല്ല. അതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവേണ്ടത്. അവർ ചെയ്ത തെറ്റിനെ ഡിഫെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അവർ തെറ്റാണ് ചെയ്തതെന്ന് വളരെ കൃത്യമല്ലേ. തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ പ്രദേശത്തേക്ക് അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് ആശുപത്രി പോയി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആശുപത്രി ചെയ്യുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ആളുകൾ പണമില്ലാത്തതുകൊണ്ടല്ലേ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. നല്ല ചികിത്സ കിട്ടും, നല്ല ഡോക്ടർമാർ ഉണ്ടെന്ന് കരുതി ആൾ നിലത്ത് കിടക്കുവാണ്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആള് ഇനി കിടക്ക ഒഴിവില്ല. ഓക്കെ, ചികിത്സിക്കണ്ടേ, അന്വേഷിക്കണ്ടേ ഇയാളുടെ സ്ഥിതി എന്താണ്? ഒരു ചികിത്സയും ചെയ്യില്ലേ? നമ്മുടെ ഒന്നും അറിവ് അതല്ലല്ലോ. ഹാർട്ട് അറ്റാക്ക് വന്ന് 24 മണിക്കൂർ കഴിഞ്ഞ ഒരാളെ ഒരു ചികിത്സയും ചെയ്യില്ലേ? പരിശോധിക്കില്ലേ? അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ആ കുറിപ്പ് ഞാൻ വായിച്ച സത്യത്തിൽ നമുക്കൊക്കെ വലിയ പ്രയാസം തോന്നി. നായക്കുള്ള പരിഗണന പോലും എനിക്ക് നൽകിയില്ല എന്നൊരു രോഗി വിലപിക്കുകയാണ്. എന്താണ് ഈ നടക്കുന്നത്? മെഡിക്കൽ കോളേജുകളൊക്കെ അനാഥമാണ്. മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ്. നടന്നു പോകുന്ന രോഗി മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന അവസ്ഥയാണ് പല മെഡിക്കൽ കോളേജിന്റെ ഈ സ്ഥിതി. അതാണ്. ഇതൊന്നും നോക്കാനും കാണാനും ആളില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായി തകർന്നിരിക്കുന്നു. എന്ത് തെറ്റ് ചൂണ്ടിക്കാട്ടിയാലും ഒന്നുകിൽ ഒറ്റപ്പെട്ടത്, അല്ലെങ്കിൽ മന്ത്രിയെയും വകുപ്പിനെയും മോശക്കാരാക്കാനുള്ള ഗൂഢാലോചന, ഇതൊക്കെയാണ് പതിവ് ന്യായം.
വേണുവിന്റെ കാര്യത്തിൽ ആൻജിയോഗ്രാം നീട്ടിവെച്ചത് ആശുപത്രിയിലെ തിരക്ക് കാരണം. അവസാനം നിശ്ചയിച്ച തീയതിയിലും നടത്താനായില്ല. ഒടുവിൽ വേണുവിന് ജീവൻ നഷ്ടമായി. വേണുവിന്റെ ശബ്ദ സന്ദേശം മരണമൊഴിയാണ്. മെഡിക്കൽ കോളേജിലെ കൈക്കൂലി ഇടപാട് പോലും അദ്ദേഹം പറയുന്നുണ്ട്. വേണുവിന്റെ കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജിന്റെ ന്യായീകരണം. നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പ്രിൻ, ക്ലോപ്പിഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്രോൾ, എനലാപ്രിൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി. പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലർ വന്നു. പേഷ്യന്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യന്റ് മരിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു എന്നാണ് എന്റെ ഉത്തമമായ വിശ്വാസം. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റം തകരാർ നേരത്തെ മന്ത്രിക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളതാണ്. പണം കൊടുക്കാനില്ലാത്തതിനാൽ കമ്പനികൾ ഉപകരണം തിരിച്ചെടുക്കുന്നത് പോലും ഉണ്ടാവുന്നു. വീഴ്ചകളുടെ പരമ്പര തന്നെ ആവർത്തിക്കുന്നു. ഓർത്തെടുക്കാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് പകരം ശസ്ത്രക്രിയ നടത്തിയത് നാവിൽ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയിഡ് ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയത് ഗൈഡ് വയർ. പറയാൻ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ആരോഗ്യവകുപ്പിന്റെ സിസ്റ്റം എന്ന് നേരെയാവും? കാലം എന്തൊരരസികന. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പൈടളി തന്നെയാ നല്ലത്. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മഞ്ഞുമ്മൽ ബോയ്സ് സ്വന്തമാക്കിയപ്പോൾ വിവാദം ജൂറി ചെയർമാൻ പ്രകാശ് രാജ് സ്വന്തം അക്കൗണ്ടിലാക്കി. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിക്ക് നൽകിയ ജൂറി ദേശീയ അവാർഡിനെ പരിഹസിച്ചതാണ് വിവാദമായത്. പ്രകാശ് രാജിന്റെ രാഷ്ട്രീയമാണ് സംസ്ഥാന അവാർഡിൽ പ്രതിഫലിച്ചതെന്ന വിമർശനത്തിന് ഇത് കാരണമാക്കി. റാപ്പർ വേടൻ കൂടി പുരസ്കാര ജേതാക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചതോടെ മികവിനേക്കാൾ രാഷ്ട്രീയം ചർച്ചയിൽ മേൽക്കൈ നേടി. I don't mind saying that National Film Awards are compromised. And I'm so happy to be a jury chairman of Kerala, because when they called me, they said, we need an outsider who's experienced and we will not poke our hands into it and then we will let you take a decision. You know, that is not happening in the National Awards, and we see it when files and piles are getting awards. We know what is it. And I think if such sort of a jury and such of a national government, they don't deserve Mammootty. മമ്മൂട്ടിയെ ദേശീയ അവാർഡ് അർഹിക്കുന്നില്ല എന്ന് സംസ്ഥാന ജൂറി ചെയർമാൻ പറഞ്ഞത് ദേശീയ അവാർഡ് ജൂറി രാഷ്ട്രീയമായാണ് അവാർഡുകൾ തീരുമാനിക്കുന്നത് എന്ന ഉദ്ദേശ്യത്തിലാണ്. സംസ്ഥാന അവാർഡിൽ ഒരിടപെടലും ഉണ്ടായിട്ടില്ലത്രേ. എന്റെ അറിവിൽ, ഞാൻ പ്രാഥമിക ജൂറി അംഗമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഫൈനൽ ജൂറിയിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം, എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു തരത്തിലും ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള സ്വാധീനമോ ഒന്നും ഉണ്ടായിട്ടില്ല. ശരിയാണ്, അവാർഡ് നൈറ്റ് നടത്താൻ പാകത്തിൽ താരനിബിഡമായിരിക്കുകയാണ് അവാർഡ് വിതരണ ചടങ്ങ്. എല്ലാവരെയും പരിഗണിച്ചു. മികച്ച നടന്മാരുടെ പട്ടികയിലുണ്ടായിരുന്നവരിൽ വിജയരാഘവൻ ഒഴികെ എല്ലാവർക്കും പുരസ്കാരം. ടൊവിനോ തോമസ്, ആസിഫ് അലി, സൗബീൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ. നടന്മാരുടെ പട്ടിക ഇങ്ങനെ: ഷംല ഹംസ മികച്ച നടി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ, ലിജോമോൾ എന്നിവർക്കും പുരസ്കാരം. മഞ്ഞുമ്മൽ ബോയ്സും ഫെമിനിച്ചി ഫാത്തിമയും അവാർഡുകൾ വാരിക്കൂട്ടി. ബാലതാരത്തെ മാത്രം അവാർഡ് ജൂറി കണ്ടില്ല. കുട്ടികൾക്കായുള്ള സിനിമ ഇല്ലത്രേ. ഇതും വിവാദമായി. 4 സിനിമകൾ ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു. 2 സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി.
അത് ലാസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി എത്തി. ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അവർ അതിനെ സംബന്ധിച്ചിടത്തോളം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം വ്യക്തമായി പറയാം, നമ്മളിപ്പോൾ SC/ST പ്രൊമോഷൻ കൊടുത്ത പോലെ, സ്ത്രീകൾക്ക് പ്രൊമോഷൻ കൊടുത്ത പോലെ ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെന്റ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. ബാലതാരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിനകത്ത് അതിന് അവാർഡ് കൊടുക്കാൻ പറ്റിയ തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അഭിനയം അവർ കണ്ടില്ല. ഏത് പുരസ്കാരത്തിലും മികവിനൊപ്പം അല്ലെങ്കിൽ അതിനുമപ്പുറം അവാർഡ് നിർണയ സമിതിയുടെ താൽപ്പര്യവും കടന്നുവരും. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഇത്തവണത്തെ പുരസ്കാരവും അത്രയൊക്കെ തന്നെ. പുരസ്കാരം കിട്ടിയവർ പ്രതിഭകളാണെന്നതിൽ സംശയമില്ല, എന്നുവെച്ച് കിട്ടാതെ പോയവർ അല്ലെന്നുമല്ല. എന്നാൽ അവാർഡ് പ്രഖ്യാപന വേളയിൽ തന്നെ ജൂറി ചെയർമാൻ തൻ്റെ രാഷ്ട്രീയം വിളിച്ചു പറയുമ്പോൾ സ്വാധീന ഘടകങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് നല്ല പിള്ള ചമയേണ്ട കാര്യമില്ല.